ഗസ സിറ്റിയിലേക്ക് ഇസ്രായേൽ കരാക്രമണം തുടങ്ങിയപ്പോൾ 5 ലക്ഷത്തിലധികം പാലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്നും ഗസ മുനമ്പിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി IDF തന്നെ അറിയിച്ചിട്ടുണ്ട്. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഈ സമയത്ത് ലോകമെമ്പാടും ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ്. എന്നാൽ എന്തിനാണ് തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നതിന് ഇസ്രായേലിന് കൃത്യമായ ഉത്തരമുണ്ട്. 2023 ഒക്ടോബർ 7 അപ്രതീക്ഷിതമായി തങ്ങളുടെ രാജ്യത്തേക്ക് ഇരച്ചു കയറി വെട്ടിയും കുത്തിയും ബലാത്സംഗം ചെയ്തും 1200ഓളം പേരെ കൊല്ലുകയും 250-ലേറെ പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഹമാസിന്റെ ശേഷിക്കുന്ന കണ്ണിയെപ്പോലും ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ സേനയായ IDFന്റെ വക്താക്കളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത്. അതിനാണ് ഗസയിലെ ജനങ്ങളെ ഒരു വശത്തേക്ക് മാറ്റിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ഗസയിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഒളിയുദ്ധം നടത്തുന്ന ഹമാസ് ഭീകരരെ പിടികൂടുകയെന്നത് പ്രയാസമേറിയതാണെന്ന് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി അവർക്കിടയിലാണ് ഹമാസ് പ്രവർത്തിക്കുന്നത്. തുറന്ന ജയിൽ എന്നൊക്കെ ഗസയെ വിശേഷിപ്പിക്കാറുണ്ട് എങ്കിലും ആ പ്രദേശത്താണ് അവർ വലിയ വാഹനങ്ങൾക്ക് പോലും നിഷ്പ്രയാസം കടന്നുപോകാവുന്ന തരത്തിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയത്. ഈ അധോലോക നഗരമാണ് ഹമാസിന്റെ ശക്തി. ഗസയിലെ മിക്ക സ്കൂളുകളുടെയും ആശുപത്രികളുടെയും എന്തിന് വീടുകളുടെ അടിയിൽ പോലും തുരങ്കമാണ് ഉള്ളത്. ഈ തുരങ്കങ്ങളിലാണ് അവശേഷിക്കുന്ന 50ഓളം ബന്ദികളെയും സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവേട്ടയ്ക്ക് ഓരോ വീടും ഓരോ ആശുപത്രിയും കിളച്ചുമറിച്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. അതിനാണ് ഗസയിലെ ജനങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റി മറുഭാഗം പരിശോധിക്കുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസ് ഗസയിലുടനീളം നിർമ്മിച്ച 1300ഓളം തുരങ്കങ്ങളിൽ 1000ഓളം തുരങ്കങ്ങൾ ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. ഗസയുടെ പ്രാന്തപ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ വെറും 25 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമുള്ള അൽമവാസി ദേർ അൽ ബാല ഭാഗത്തേക്ക് ഗസ നിവാസികളെ മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് 15 ലക്ഷം പേർ കഴിയുന്നത്. യുദ്ധത്തിന് ശേഷം ഒരു ടെന്റ് സിറ്റിയായി ഈ മേഖല മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ള ഗസാക്കാർ ഖാൻ യൂനസിലാണ്. 1 ലക്ഷത്തോളം പേരാണ് ഇവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ഗസയിൽ നിന്ന് ഖാൻ യൂനസിലേക്ക് വലിയ തോതിലുള്ള പലായനമാണ് നടക്കുന്നത്. തങ്ങളുടെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേൽ വെറുതെ റാൻഡമായി ബോംബ് ചെയ്യുകയല്ല, അവിടെ ഭീകരർ ഉണ്ട് എന്ന് കണ്ടിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹമാസ് കേന്ദ്രമെന്ന് സംശയിക്കുന്ന ഓരോയിടത്തും ഇസ്രായേൽ ആക്രമിക്കുകയാണ്. 10,000ഓളം ഇസ്രായേൽ സൈനികർ ഗസയ്ക്കകത്തേക്ക് കടന്നു. ശക്തമായ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 ലക്ഷത്തിലധികം പാലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്നും ഗസ മുനമ്പിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി IDF തന്നെ അറിയിക്കുകയും ചെയ്തു. പലായനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളത്. അൽ ഷിഫ, അൽ അഖ്ലി, അൽ റാൻഡിസി തുടങ്ങിയ ആശുപത്രികൾക്ക് സമീപം കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. അൽ ഷിഫയ്ക്ക് പുറത്ത് 15 പേരും അൽ അഖ്ലിക്ക് സമീപം 4 പേരുമാണ് അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷ വിമർശനമുണ്ടാകുമ്പോഴും ഹമാസിനെ പൂർണ്ണമായി തുരത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും ആവർത്തിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചിരുന്നു. ചൈനയും ജർമ്മനിയും വിയോജിപ്പ് പരസ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഒരു രീതിയിലും വഴങ്ങുന്നില്ല. വീണ്ടും ഒരു ഒക്ടോബർ 7 ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.